ഹലോ, ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് നെല്ലിയാമ്പതി ടൂർ പ്രോഗ്രാമായിട്ടാണ് പോകുന്നത്. നെല്ലിയാമ്പതിയാണ് ഈ പ്രോഗ്രാമിന് ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി ഉണ്ട്. AVT-യുടെ ടീ ഫാക്ടറി എല്ലാം ഇവിടെ ഓർക്കിഡ് കൃഷിയൊക്കെ തുടങ്ങിയതാണ്. അവരുടെ ഒരു ടീ ഫാക്ടറി ഉണ്ട്. മണലാരു എസ്റ്റേറ്റാണ് ബോക്സിൻ്റെ AVT-യുടെ എസ്റ്റേറ്റ്, ടീ എസ്റ്റേറ്റ്. പിന്നെ ചന്ദ്രമല എസ്റ്റേറ്റ് ഉണ്ട്. കാര്യമായിട്ട് എസ്റ്റേറ്റുകൾ അധികം ടീ കോഫി ഒക്കെയാണ്. എന്റെയൊക്കെ വിവരം അഞ്ചോച്ചേട്ടൻ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നല്ല കാഴ്ചയാണ്. പാലക്കാടിൻ്റെ വിദൂര ശ്രീകാർക്കൊണ്ടെന്ന് കാണാൻ സാധിക്കും. ശ്രീകാർക്കൊണ്ടിൽ ചാർജ് ഇല്ല, നമുക്ക് എൻട്രി ഫീ ഇല്ല. പക്ഷേ അവരുടെ ഒരു ഷോറൂമിൽ നമുക്ക് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ നമുക്ക് വേണമെങ്കിൽ ചായ അതുപോലെയുള്ള വനവിഭവങ്ങൾ നമുക്ക് മേടിക്കാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാം. പോകുന്ന വഴിക്ക് ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ചെറിയ വെള്ളച്ചാട്ടങ്ങളായിട്ടേ ഉള്ളൂ, വലിയ വെള്ളച്ചാട്ടങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല. കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കത്തിൽ ഇവിടുത്തെ പാലം ഒലിച്ചു പോയി മൊത്തത്തിൽ ഇവിടെ ഒറ്റപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. പിന്നീട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പാലൊക്കെ പണിതതിന് ശേഷമാണ് അന്ന് സാധനങ്ങളൊക്കെ എത്തിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇപ്പോൾ വളരെ ശുഷ്കമായിട്ടാണ് കാണുന്നത്. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചസിൻ്റെ അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അവരവരുടെ കാര്യങ്ങൾ ഒന്നൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ബീച്ചസ് നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മൾ ബീച്ചസിനെ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ നെല്ലിയാമ്പതി ടൂറിൻ്റെ ഹൈലൈറ്റ്സ്. ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ എനിക്കറിയാവുന്ന തരത്തിലൊക്കെ പറഞ്ഞു തരാം. കാരണം ഞാൻ പാലക്കാട് ആലത്തൂർ ഭാഗം ഇങ്ങോട്ട് നിർമ്മാണമാണ് പോകുന്നതൊക്കെ ഒരു 15 വർഷം. നെല്ലിയാമ്പതിയിലാണ് വന്നിരിക്കുന്നത് ഇപ്പം. Viewpoint area is very snug and dangerous. അവിടെ ഒറ്റത്ത് പോയി പിന്നെ ജംഗ്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് ഇതിൻ്റെ താഴ്വാരത്തിലാണ് ഈ പറഞ്ഞ ഹരിയാവൊക്കെ എന്നുള്ളത്. ശരിക്കും 5000 അടി മുകളിലാണ് നമ്മൾ വെക്കുന്നത്. ജെറ്റ്സ്കി വേണോ? ഗ്ലൈഡ് ചെയ്യണം. ഇവിടെ മറ്റേ ഗ്ലൈഡ് ചെയ്ത് കുറച്ചങ്ങോട്ട് പോയാൽ ഇതൊക്കെ വീടുകളാണ് ഈ കാണുന്നത്. നേരത്തെ നല്ല ആമ്പല് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പം അതിന്
പുനലൂരുണ്ട് അടിപൊളി വലിയ തൂക്കുപാലം. ഇതൊരു പാലമൊന്നുമില്ല ഇത് വെച്ച് ഇറക്കണില്ലെന്ന് തോന്നുന്നു. എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു. ഗോപി പോയി പറയാൻ അതെ, നമ്മൾ ആരും ഇറങ്ങിയില്ലെങ്കിൽ ഈ ഇറങ്ങണവര് പെട്ടെന്ന് കയറും, അല്ലെങ്കിൽ കയറില്ല. Thank you.